AK ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ, വിവിധ ഘടകകക്ഷികളുടെ നേതാക്കൾ, MV ശ്രേയാംസ് കുമാർ ഉൾപ്പെടെയുള്ളവർ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു. ഇതാ പ്രകടന പത്രികയുടെ പ്രകാശനത്തിന്റെ ഭാഗമായുള്ള വാർത്താ സമ്മേളനത്തിലേക്ക് ആണ് കടക്കുന്നത്. അതേസമയം കോൺഗ്രസിന്റെ പ്രകടന പത്രിക അല്പസമയത്തിനകം പുറത്തിറക്കും. BJP അല്ലെങ്കിൽ NDA നേരത്തെ തന്നെ പ്രകടന പത്രിക പുറത്തിറക്കിയിരുന്നു. വലിയ പ്രഖ്യാപനങ്ങളാണ്. ഒരുപക്ഷെ ഈ ഘട്ടത്തിൽ പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കാനുള്ളത്, എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പ്രകടന പത്രികകൾ പുറത്തിറക്കാറുണ്ടെങ്കിലും അതിലെ പല വാഗ്ദാനങ്ങളും പാലിക്കപ്പെടാറില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ പുതിയ കാലഘട്ടത്തിൽ ഈ പ്രകടന പത്രികയുടെ ഒക്കെ പകർപ്പ് കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നുണ്ട്, സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്, ഡിജിറ്റൽ കോപ്പികൾ പ്രചരിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് ഈ വാഗ്ദാനങ്ങൾ, ആ വാഗ്ദാനങ്ങളിൽ എന്തൊക്കെ നിറവേറ്റപ്പെടുന്നു എന്നതിൻ്റെ ഒരു ഓഡിറ്റിംഗ് നടക്കുന്നുണ്ട്. ഇപ്പോൾ കേന്ദ്രത്തിലാണെങ്കിൽ BJP തുടർച്ചയായ അധികാരത്തിൽ വരുമ്പോൾ അവർ ഒരു പ്രകടന പത്രികയിൽ എന്തു പറയുന്നു, ആ പ്രകടന പത്രികയിലുള്ളത് 5 കൊല്ലത്തും കൊണ്ട് ഞങ്ങൾ നടപ്പിലാക്കി എന്ന അവകാശവാദം ഉന്നയിക്കുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. പ്രത്യേകിച്ച് പൗരത്വ നിയമ ഭേദഗതി ഉൾപ്പെടെ, അല്ലെങ്കിൽ കശ്മീരിന്റെ പ്രത്യേക പദവിയടക്കം, രാമക്ഷേത്ര നിർമ്മാണം പോലെയുള്ളവയൊക്കെ അവരുടെ പ്രകടന പത്രികയിലുണ്ട്. അടുത്ത തെരഞ്ഞെടുപ്പിന് നേരിടുമ്പോൾ ഇതാ കഴിഞ്ഞ പ്രകടന പത്രികയിൽ ഞങ്ങൾ ഇതൊക്കെ നടപ്പിലാക്കി എന്ന അവകാശവാദം ഉന്നയിക്കുന്നു. ഇപ്പോൾ തുടർച്ചയായി പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേറുമ്പോഴും ക്ഷേമ പെൻഷനുകൾ അടക്കം ഉയർത്തും എന്നൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു. പക്ഷേ കഴിഞ്ഞ പ്രകടന പത്രികയിലെ ആ തുകയിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ പോലും അത്തരം പദ്ധതികൾ നടപ്പിലാക്കുന്നു, ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്നു. ഒപ്പം കഴിഞ്ഞ UDF കാലഘട്ടത്തിൽ, അതായത് ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിലെ പ്രകടന പത്രികയിലെ പ്രഖ്യാപനങ്ങളൊന്നും നടപ്പിലാക്കിയില്ല എന്ന വിമർശനം ഇതാ ഈ തെരഞ്ഞെടുപ്പിലും ഇടതുമുന്നണി ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രകടന പത്രികകൾ കൂടുതൽ വിലപ്പെട്ടതായി മാറുന്നത്. പ്രാവർത്തികമാക്കാൻ പറ്റുന്ന പ്രഖ്യാപനങ്ങളാണ് അവർ നടത്തുക എന്നതാണ് എടുത്തു പറയേണ്ടത്. പത്രസമ്മേളനം ഇവിടെ നടത്തുന്നതാണ്. അതിനു മുമ്പായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രസിദ്ധീകരിക്കും, പ്രകാശനം ചെയ്യും. ആ ചടങ്ങാണ് ആദ്യം ഇവിടെ നടക്കുന്നത്. 2 പുസ്തകമായിട്ടാണ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതിൽ ചുരുക്കമായി പ്രതിപാദിക്കുന്ന 60 പോയിന്റ്സ്, അതിൻ്റെ വിശദാംശങ്ങളെല്ലാം 2ാമത്തെ നോട്ടിൽ ഉണ്ട്. ഇതെല്ലാം പത്രപ്രവർത്തകർക്ക്, എല്ലാ പത്രത്തിൻ്റെയും പ്രതിനിധികൾക്ക് ഇവിടെ നിന്ന് മുഖ്യമന്ത്രി പ്രകാശനം ചെയ്തതിന് ശേഷം കോപ്പി നൽകുന്നതാണ്. പത്രപ്രതിനിധികൾ അല്ലാത്തവർ ആരും ആ കോപ്പി എടുക്കരുത്. അതിനെ കണക്കാക്കി മാത്രമേ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളൂ. പത്രപ്രവർത്തകർക്ക് എല്ലാം ഇവിടെ നിന്ന് കോപ്പി നൽകുന്നതാണ്. ഈ പ്രകാശന ചടങ്ങ് നിർവഹിക്കുന്നതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ക്ഷണിക്കുന്നു. അറുപത് പ്രഖ്യാപനങ്ങൾ ആണ് പ്രധാനമായും LDFിൻ്റെ പ്രകടന പത്രികയിലുള്ളത് എന്നാണ് നമുക്ക് LDF കൺവീനറിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇതാ പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇടത് വലത് മുന്നണികളുടെ പ്രകടന പത്രികകളുടെ അനാച്ഛാദനം ആണ് ഇപ്പോൾ കാണുന്നത്. ഒരു ഭാഗത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആണ് പ്രകടന പത്രിക പുറത്തുവിടുന്നത് എങ്കിൽ മറുഭാഗത്ത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആണ് ഇപ്പോൾ UDFിൻ്റെ മാനിഫെസ്റ്റോ പുറത്തുവിടുന്നത്. രേവന്ത് റെഡ്ഡി ഉൾപ്പെടെയുള്ളവർ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. KC വേണുഗോപാൽ, ബെന്നി ബെഹനാൻ ഉൾപ്പെടെയുള്ളവരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ദൃശ്യങ്ങളിൽ. അങ്ങനെ പ്രമുഖ നേതാക്കൾ എല്ലാവരും തന്നെ പങ്കെടുക്കുന്ന ചടങ്ങിൽ ആണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒപ്പം ഘടകകക്ഷി നേതാക്കളും ഈ ചടങ്ങിന്റെ ഭാഗമായിട്ടുണ്ട്. PC തോമസിനെ പോലെയുള്ളവരെ കാണാൻ സാധിക്കുന്നുണ്ട്. എറണാകുളത്താണ് ഈ ചടങ്ങ് നടക്കുന്നത്. അതേസമയം സ്ക്രീനിന്റെ വലതുഭാഗത്ത് പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നത് LDFിന്റെ പ്രകടന പത്രികയാണ്. ഒരേ സമയം ആണ് 2 പ്രകടന പത്രികകളും പുറത്തിറക്കുന്നത്. യഥാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന നിലയിലേക്ക് എത്തുകയാണ്. അതായത് പ്രകടന പത്രിക പോലും പുറത്തിറക്കുന്നതിന് ഒരേ ദിവസവും ഒരേ സമയവും തെരഞ്ഞെടുക്കുന്നു മുന്നണികൾ എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഇതാ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുകയാണ്.
യൂണിയത്തിന്റെ ഈ പ്രകടന പത്രിക പ്രഖ്യാപിക്കുന്ന ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാ നേതാക്കളെയും ഞാൻ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. In the time of declaring our manifesto, we are very much privileged that our Telangana Chief Minister Sri Devendra Reddy is here, and he is a person, he is a Chief Minister. He is a Chief Minister, implemented the guarantees declared by him within 100 days. I congratulate Mr. Devendra Reddy for implementing the guarantee which the Congress party declared before the election in Telangana. He implemented it within 100 days. We hope that we are also on the same path. നമ്മുടെ രാഹുൽ ഗാന്ധി പുതിയുഗ യാത്രയുടെ സമാപനത്തിൽ പ്രഖ്യാപിച്ച 5 ഗ്യാരണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, UDF മാനിഫെസ്റ്റോയുടെ ഭാഗമാണ്. സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര, കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് 1000 രൂപ പ്രതിമാസ ധനസഹായം, മൂന്നാമത് യുവാക്കൾക്ക് സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് 5 ലക്ഷം രൂപ പലിശരഹിത വായ്പ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആണ് LDFന്റെ പ്രകടന പത്രിക അനാച്ഛാദനം ചെയ്യുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രിയും സംസാരിക്കുന്നു. അതിനെക്കുറിച്ച് പിന്നീട് പറയാം. കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലത്തെ അനുഭവമെടുത്താൽ നമ്മുടെ കേരള ചരിത്രത്തിലുണ്ടായത് ഒരു സാധാരണ ഭരണകാലമല്ല. ഒരു സമൂഹത്തിൻ്റെ ആത്മവിശ്വാസം പുനർനിർമ്മിക്കുന്ന കാലമായിരുന്നു. വികസനത്തിൻ്റെ പുതിയ പാത തുറന്ന കാലഘട്ടമാണ്. 2016 LDF അധികാരത്തിൽ വരുമ്പോൾ കേരളം നേരിട്ടത് ഒരു ഭാഗത്ത് കടുത്ത സാമ്പത്തിക പരിമിതികൾ,